പാലൊക്കെ ആയിട്ടാണല്ലോ വരവ്. ചടങ്ങുകള് അങ്ങനെ തന്നെ നടക്കട്ടെ. ഒരു മുല്ലപ്പൂപ്പന്തൽ കൂടി വേണ്ടതായിരുന്നു. ആണോ? എന്നാ പിന്നെ കൊട്ടും കുരുവയും കൂടെ ആക്കാം. ആ, സത്യം പറഞ്ഞാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ത്? ഇന്നത്തെ കല്യാണം. ധനുഷ് എന്നെ എന്റെ കഴുത്തിൽ 2 തവണ മാലയിടുക എന്നൊക്കെ പറഞ്ഞ കേൾക്കുന്നവർ വിചാരിക്കും നമുക്ക് ഭ്രാന്താന്ന്. ഞാനിത് പ്രതീക്ഷിച്ചതാ. അതെങ്ങനെ? എന്റെ ജാതകത്തിലെ 2 തവണ കല്യാണം കഴിക്കുന്ന കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. ആണോ? സത്യം? സത്യം. ഞാനെന്തിനാ നിന്നോട് കള്ളം പറയുന്നേ? പക്ഷേ രണ്ടാമതും താലി കെട്ടുന്നത് നിന്റെ കഴുത്തിലായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഇനി എന്റെ കഴുത്തിൽ നിന്ന് മാറി വേറെ ആരുടെയെങ്കിലും കഴുത്തിൽ മാല ഇടാന്നേ ഈ ജന്മത്തിൽ വിചാരിക്കണ്ട. അങ്ങനെ എന്തേലും ചിന്തിച്ച നിന്നെയും കൊല്ലും ഞാനും ചാവും. അതെ, നല്ല രസമായിരിക്കും. എന്ത് ചാവുന്നതോ? ചാകുന്നെങ്കി ഒരുമിച്ച് തന്നെ ചാവും. അത് നിന്റെ കൈ കൊണ്ടാണെങ്കിൽ അതിനേക്കാൾ ബെസ്റ്റ് ആയിരിക്കും. അയ്യടാ, ഒരാഗ്രഹം കണ്ടില്ലേ? അതെ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്താ നിന്റെ ഉദ്ദേശം? എങ്ങനെയുണ്ട് ആ ഫോട്ടോസ്? കൊള്ളാമോ? ഇത് ഞാൻ മുമ്പ് അയച്ചു തന്നിട്ടുള്ള എൻ്റെ ഡോസ് ഒന്ന് കൂട്ടിയതാ. ഇനിയുണ്ട് ഇതുപോലെ കുറെ ഫോട്ടോസ്. അതിൽ നമ്മൾ രണ്ടുപേരുള്ള നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളും വരും. മറ്റൊരു വഴിയില്ലാതെ വന്നാ അതെടുത്ത് ഉപയോഗിക്കാനും എനിക്ക് മടിയില്ല. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ ഇപ്പോ ആ മുറിയിൽ നിന്ന് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഇപ്പോൾ പോലീസിന് അയച്ചു കൊടുക്കും. അതുമാത്രമല്ല, സ്നേഹയുടെ മൊബൈലിലേക്കും ഞാനിത് അയക്കാം. അതോടെ അവള് നിന്നെ വെറുക്കും. പിന്നെ പോലീസ് ഇന്ന് തന്നെ നിന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും. നെല്ലിശ്ശേരിയിലെ മരുമകനായിട്ട് തല ഉയർത്തി നിന്ന നിന്നെ കൊലക്കേസിലെ പ്രതിയായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത് നാളെ ചിലപ്പോ പത്രങ്ങളിൽ വാർത്തയാവും. അതോടുകൂടി നെല്ലിശ്ശേരിയിൽ നിന്നെ എഴുന്നള്ളിച്ച് കൊണ്ടു നടന്നവർ തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് ഇന്ന് രാത്രി നീ ഇവിടുന്ന് മാറി നിൽക്കുന്നല്ലേ. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. നീ എന്നെ പിന്നെയും ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? ആണെന്ന് തന്നെ വെച്ചോ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ഒരു വഴിയേ ഉള്ളൂ. നീ ശാന്തി മുഹൂർത്തത്തിനുള്ള പാല് സെറ്റപ്പൊക്കെ ആയിട്ട് റെഡിയായിരിക്കാന്ന് എനിക്കറിയാം. അതിനൊന്നും മെനക്കെടാതെ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. നീ പറയ്, ഞാൻ എന്താ വേണ്ടത്? പറയാം. എത്രയും വേഗം നീ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. പിന്നെ അവിടുന്ന് ഡ്രസ്സൊന്നും എടുക്കാൻ നിൽക്കണ്ട. അതൊക്കെ നിന്റെ ഭാര്യയ്ക്ക് സംശയം തോന്നും. ഞാൻ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇനി നിന്റെ വാതിലിൽ മുട്ടുന്നതേ പോലീസായിരിക്കും. അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്. ധനുഷ് എങ്ങോട്ട് പോകുന്നു? അത് പിന്നെ എനിക്കൊന്ന്
അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലിലാണ്. ഒരു 2 മണിക്കൂർ അതിനകം ഞാൻ തിരിച്ചെത്തും. ധനുഷ് എന്താ ഈ പറയുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഉടനെ തിരിച്ചു വരും. ആ അവന്റെ ഒരു ശാന്തി മുഹൂർത്തം. അർച്ചനയുടെ കൂടെ കൂടി എന്നെ എതിർക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ ലൈഫിൽ എന്ത് നടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അത് മാത്രമേ നടക്കൂ. ഇനി എന്നെ വെല്ലുവിളിച്ച് അർച്ചനയെ കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ഒന്ന് നിന്നേ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ വെല്ലുവിളിച്ച് വലിയ പ്ലാനിങ് ഒക്കെ നടത്താൻ നോക്കിയതല്ലേ? വലിയ ജോത്സനെയൊക്കെ കൊണ്ടുവന്ന് മുഹൂർത്തമൊക്കെ കുറിച്ച്. എന്നിട്ടിപ്പോ എന്തായി? ആട് കിടന്നിടത്തെ ഇപ്പൊ പൂട പോലും ഇല്ല. അല്ല, നീ അറിഞ്ഞില്ലേ? അവനവന്റെ പാട്ടിന് പോയി. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഓരോന്നിനും ഓരോ വിധിയുണ്ട്. നമ്മൾ ചെയ്യാനുള്ള ജോലി 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം. അതിന്റെ ഫലം തരേണ്ടത് ദൈവം. അവരുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ യോഗം ഉണ്ടെങ്കിൽ ഇന്നത് നടന്നിരിക്കും. നിന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിമോളെ. ഇന്നൊരു മുഹൂർത്തവും നടക്കില്ല. അതിനുള്ള യോഗ അവൾക്കില്ല. എന്നെ തോൽപ്പിച്ചതിന്റെ സന്തോഷമാണ് നിങ്ങളുടെ മുഖത്ത്, അല്ലേ? അതെ, അവന്തികയ്ക്ക് നിന്റെ മേലുള്ള ജയം തന്നെയാണ്. നാളെ നേരം പുലരാതെ അവൻ ഇവിടേക്ക് തിരിച്ചു വരില്ല. അവൾ ഇവിടെ കാത്തിരുന്ന അവസാനം ബോധം കെട്ട് ഉറങ്ങിക്കോളും. അവനെ ഇവിടെ ഇട്ട് പൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കാനാണ് ഈശ്വരന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ അതിലെനിക്കൊരു തോൽവിയില്ല. തോറ്റു തുന്നം പാടി നിൽക്കുമ്പോഴും നിന്റെ ആ ഒരു ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ലല്ലോ അർച്ചന. എന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളാ. അപ്പൊ ശരി, നീ ചെല്ല്. ഇന്നത്തെ രാത്രി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. ഗുഡ് നൈറ്റ്. ഹലോ, ധനുഷ് എന്ത് പണിയായി കാണിച്ചത്? സ്നേഹം നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുക. എനിക്കിപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ അർജന്റായ ഒരു സ്ഥലം വരെ പോവാ. നീ ഉടൻ തന്നെ തിരിച്ചു വരണം. ഇത് അവന്തികയുടെ പ്ലാനാണ്. അതിന് നീ നിന്നു കൊടുക്കരുത്. അവന്തിക എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ പോകുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. എന്തായാലും ഈ രാത്രി എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹം ഒരിക്കലും വിഷമിപ്പിക്കില്ലെന്നും അവളെ ചതിക്കില്ലെന്നും എനിക്ക് സത്യം ചെയ്തത് നീ മറന്നുപോയോ? ആ വാക്കാ നീ ഇപ്പൊ തെറ്റിക്കുന്നെ. എനിക്കറിയാം, പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ഈ യാത്ര എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വിളിക്കാം. ധനുഷ് എങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഈ രാത്രി നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ എങ്ങോട്ടാ പോയത്?
എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയെ. ഉടനെ തിരിച്ചു വരും. അപ്പൊ നീ ഒറ്റയ്ക്കായല്ലേ? ധനുഷ് കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ. ആ. ഈ ആണുങ്ങളുടെ കാര്യം നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പോയാലും പോയാ പിന്നെ പോയ വഴിയാ. മിക്കവാറും ധനുഷ് വരാൻ നേരം വെളുക്കുന്ന എനിക്ക് തോന്നുന്നു. നീ കിടന്നുറങ്ങിക്കോ. ഇല്ല, ധനുഷ് വന്നിട്ട് ഞാൻ ഉറങ്ങുന്നുള്ളൂ. നീ വെറുതെ ഉറക്കളക്കണ്ട. അവൻ ഇനി ഇന്ന് വരുന്ന എനിക്ക് തോന്നില്ല. ഓ, ഇന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്താണല്ലോ. ഷോ, ഞാനതങ്ങ് മറന്നു. എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ സമയത്ത് നിന്നെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് കഷ്ടമായിപ്പോയി. ഒന്നുമില്ലെങ്കിലും ഇന്ന് ശാന്തി മുഹൂർത്താണെന്നെങ്കിലും അവൻ ഓർക്കണ്ടായിരുന്നോ? ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറയാം. ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ഇവനെങ്ങനെ പോവാൻ തോന്നിയത്? എന്റെ കാത്തിരിപ്പിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. എടുത്തി പോയി സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കും. ഇവിടെ നിന്നിട്ട് വെറുതെ ഉറക്കം കളയണ്ട. ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ ഇവിടെ കൂട്ടിരിക്കാം. അതിന്റെ ഒരു ആവശ്യമില്ല. എനിക്കാരുടെയും കൂട്ട് വേണ്ട. ധനുഷ് വരും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആ, ഇപ്പൊ എന്തായി? ഇന്ന് ഒറ്റയ്ക്ക് കിടക്കാൻ അവളുടെ യോഗം. ധനുഷ് പോയ പോക്ക് കണ്ടില്ലേ? അവളുടെ ഒരു പ്ലാനിങ്. എന്റെ പ്ലാനിങ്ങിന് എന്താ കുഴപ്പം? ദൈവം അത് നടക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങളല്ല ആര് വിചാരിച്ചാലും അത് മുടക്കാനും പറ്റില്ല. എന്നിട്ടിപ്പോ എന്തായി? അവനിവിടുന്ന് പമ്പാടുന്നില്ലേ? ഈ രാത്രി പുലരാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ. എപ്പോ വേണമെങ്കിലും ധനുഷിന് തിരിച്ചു വരാം. എന്റെ കെണിയിൽ നിന്ന് ഇന്ന് അവന് തിരിച്ചു വരാൻ പറ്റില്ല. നിങ്ങൾ എന്തെങ്കിലും കെണി വെക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഈ രാത്രി എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ആ കെണി ഞാൻ പൊളിച്ചിരിക്കും. നമുക്ക് കാണാം. കാണാം. അച്ഛൻ്റെ ചായ എടുത്ത് വെച്ചേക്ക്, ഞാൻ കൊണ്ടു കൊടുത്തോളാം. വേണ്ട, ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. ചില സമയത്ത് അച്ഛൻ കൊച്ചുകുട്ടികളെ പോലെയാ, വാശി പിടിക്കും. പ്രത്യേകിച്ച് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യത്തിൽ. ചേച്ചിയല്ലാതെ ആരും ആ മരുന്ന് ബോക്സിൽ തൊടാൻ പോലും അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ്റെ അവസ്ഥ നിനക്കറിയാവുന്നതല്ലേ. ഞാൻ എടുത്തു കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കുന്ന അച്ഛൻ്റെ വിശ്വാസം. അത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് വിളിക്കാനിരിക്കായിരുന്നു. എന്തിന്? അല്ല, ഇതാർക്കാ 3 ചായ? ഒന്ന് അച്ഛനായിരിക്കും, മറ്റേതാർക്ക്? അതൊക്കെ അറിയണമെങ്കിൽ എൻ്റെ കൂടെ വാ, അപ്പൊ മനസ്സിലാവും. നീ ചായ കൊടുക്കാൻ പോകുന്നിടത്തേക്ക് ഞാൻ എന്തിനാ വരുന്നേ? ആർക്കാണ് ഈ ചായന്ന് നിങ്ങൾക്കല്ലേ അറിയണ്ടേ. അതാരാന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. വാ. പിന്നെ ഞൊട്ടും. എന്നാലും അതാരായിരിക്കും?
സ്നേഹേ സ്നേഹേ ഗുഡ് മോർണിംഗ് ഏട്ടത്തി. ഗുഡ് മോർണിംഗ്. ധനുഷ് എവിടെ? എണീറ്റിട്ടില്ല. ധനുഷ് രാത്രി എപ്പോഴാ വന്നേ? പോയി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ തിരിച്ചു വന്നല്ലോ. ആ, ഇന്നലെ രാത്രി ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടവൻ തിരിച്ചു വന്നോ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്താ ഏട്ടത്തി? ഏയ് ഒന്നുമില്ല. ധനുഷിനും കൂടി ചായ കൊടുക്ക്. ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ട് എന്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞ് പുച്ഛിച്ചായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ധനുഷ് എങ്ങനെ തിരിച്ചു വന്നു. നിങ്ങളുടെ പ്ലാനും പദ്ധതിയൊക്കെ ഞാൻ നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്ലാൻ പൊളിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിരുന്നു. അതനുസരിച്ചാണ് ധനുഷ് ഇവിടുന്ന് പുറത്തേക്ക് പോയത്. ധനുഷിന് പകരം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോയത് വേറൊരാളാ. ധനുഷ് തിരിച്ചു വരുന്നത് നോക്കി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ധനുഷ് പിൻവശത്ത് മതിൽ ചാടിയാ തിരിച്ചു വന്നത്. ഇനിയെങ്കിലും അവരുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾ ഇങ്ങനെ അവന്റെ പിന്നാലെ നടക്കരുത്. എന്നാലേ ഞാൻ നല്ലൊരു ചൂട് ചായ ഇട്ടേരട്ടെ. നല്ല ക്ഷീണം കാണും. രാത്രി ധനുഷ് തിരിച്ചു വരുന്നതും കാത്ത് ഉറക്കമുളച്ചിരുന്നതല്ലേ? ഒരു രാത്രിയുണ്ട്, ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ തന്ത്രങ്ങൾ നീ പൊളിച്ചു കാണും. അത് മറികടന്ന് അവൻ തിരിച്ചു വന്നും കാണും. പക്ഷേ ഇതോടെ അവന്റെ നാശം തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ അവൻ നാശത്തിന്റെ വക്കിലായിരുന്നു. പക്ഷേ ഇപ്പൊ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സത്യത്തിൽ അവരിപ്പോ ഭാര്യ ഭർത്താക്കന്മാരായി. ഇനി ധനുഷിന്റെ മേലുള്ള പൂർണ്ണ അവകാശം സ്നേഹയ്ക്ക് മാത്രം. ഇനിയെങ്കിലും ഈ കുടുംബം നശിപ്പിക്കാൻ നിൽക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. അതല്ല, ഇനിയും ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നന്ദേട്ട ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് വരും. പിന്നെ നിങ്ങൾ ഈ നെല്ലിശ്ശേരി തന്നെ ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും ധനുഷ് ഇവിടെ തന്നെ ഉണ്ടാവും, സ്നേഹയുടെ ഭർത്താവായിട്ട്, അവളുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനായിട്ട്. താനോ? എന്റെ മുറി കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ? മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാ നല്ലത്. എനിക്ക് പറയാനുള്ളത് അവന്തിക മേഡം ഒന്ന് കേൾക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇല്ല മേഡം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകില്ല. എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളാണ്. എൻ്റെ ഭാര്യ പോയി, എൻ്റെ കുഞ്ഞിൻ്റെ നിയമപരമായ അവകാശം പോലും എനിക്കിന്നില്ല. രേഖകളനുസരിച്ച് ശിവരാമൻ ഉപേക്ഷിച്ച കുഞ്ഞിനെ അർച്ചന മേഡവും ഭർത്താവും കൂടി ദത്തെടുത്തു. യഥാർത്ഥത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ മേലുള്ള അവകാശം പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ആതിരയുടെ കയ്യിലുള്ള കുഞ്ഞാണ് എൻ്റെ സ്വന്തം കുഞ്ഞെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി ഒരാളും വിശ്വസിക്കില്ല. പോലീസോ കോടതിയോ പോലും ഞാൻ പറയുന്നത് കേൾക്കില്ല. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. തന്റെ ആക്രാന്തം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, അല്ല ഞാൻ കാരണമൊന്നുമല്ല. സ്വന്തം കുഞ്ഞ് വലിയ വീട്ടിൽ ജീവിക്കണം എന്നുള്ളത് തന്റെ ആഗ്രഹമായിരുന്നില്ലേ? അതിനുവേണ്ടിയല്ലേ താനിതെല്ലാം ചെയ്തത്. അല്ലാതെ ഞാൻ പറഞ്ഞപ്പോ കണ്ണുടച്ച് സ്വന്തം കുഞ്ഞിനെ മാറ്റിയൊന്നുമല്ലല്ലോ. അതൊക്കെ സത്യം.
പാവപ്പെട്ട ഏതൊരച്ഛൻ്റെയും മോഹം സ്വന്തം കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളരുക എന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഇത്തരം ചുറ്റുപാടിൽ വളർത്താൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ കുഞ്ഞൊരു വലിയ പണക്കാരൻ്റെ വീട്ടിൽ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചത്.